വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, രേഖകൾ എന്നിവയൊക്കെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു രേഖയെക്കുറിച്ചാണ്. ഞാൻ ഒരു എപ്പിസോഡിൽ അടുത്ത കാലത്ത് നിങ്ങളുമായി പങ്കുവെച്ചല്ലോ, 2025 സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂബിലിയാണ്. എല്ലാ 25 വർഷങ്ങളിലും ജൂബിലി ആഘോഷിക്കുന്ന പതിവാണ് സഭയ്ക്ക് ഉള്ളത്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025 ആണ്ടാണ് ഒരു മഹാജൂബിലിയായി വീണ്ടും സഭ ആചരിക്കുന്നത്. അതിന് വിശുദ്ധ വർഷമെന്ന പേരുണ്ട്. അടുത്ത കൊല്ലത്തെ ഈ ജൂബിലിക്ക് മാർപ്പാപ്പ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്ന വിഷയം പ്രതീക്ഷയാണ്. അതുകൊണ്ട് അടുത്ത കൊല്ലത്തെ ജൂബിലിയെ പ്രതീക്ഷയുടെ ജൂബിലി എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. നിരാശപ്പെടുത്താത്ത പ്രത്യാശയെക്കുറിച്ചാണ് ഇവിടെ മാർപ്പാപ്പ സംസാരിക്കുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ അത് അരക്കിട്ടുറപ്പിക്കാനാണ് മാർപ്പാപ്പ ഈ ജൂബിലിയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ പ്രത്യാശ നമ്മെ സഹായിക്കണം. ഉറച്ച ആശ്രയ ബോധം ഒരിക്കൽ കൂടി വീണ്ടെടുക്കാൻ, പ്രത്യേകിച്ച് ദൈവത്തിലുള്ള ഉറച്ച ഒരു ആശ്രയം, ട്രസ്റ്റ് വീണ്ടെടുക്കാനുള്ള സമയമാണ്. അത് സഭയിലുണ്ടാകണം, സമൂഹത്തിലുണ്ടാകണം, നമ്മുടെ വൈയക്തിക ബന്ധങ്ങളിലുണ്ടാകണം. എല്ലാ മനുഷ്യരുടെയും മഹത്വം പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അത് പ്രകടമാകണം. ദൈവത്തിൻ്റെ ദാനമായ സൃഷ്ടികളോടുള്ള നമ്മുടെ ആദരം, ബഹുമാനം, അതിലത് പ്രകടമാകണം എന്നതൊക്കെയാണ് മാർപ്പാപ്പ ഇതുവഴി ആഗ്രഹിക്കുന്നത്. വിശ്വാസികളുടെ ഒരു സാക്ഷ്യം, ഇതിനു വേണ്ടിയുള്ള സാക്ഷ്യം, അത് നമ്മുടെ ലോകത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. അത് യഥാർത്ഥ പ്രതീക്ഷയുടെ ഒരു പുളിമാവായി വർത്തിക്കണമെന്നും നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു പുതിയ ലോകത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും ഒരു സുരക്ഷിത സ്ഥാനമാകണം ഈ പ്രത്യാശ എന്നും മാർപ്പാപ്പ പറയുന്നുണ്ട്. ഈ പ്രയോഗം പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 13 നിന്ന് എടുത്തിട്ടുള്ളതാണ്. സുരക്ഷിതമായ ഒരു സ്ഥാനമാകണം പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും. അവിടെ എല്ലാ മനുഷ്യരും, എല്ലാ സ്ത്രീകളും പുരുഷന്മാരും നീതിയിലും സമാധാനത്തിലും ഹാർമണിയിലും താളാത്മകതയിലും വസിക്കാനിടയാകുന്ന അവസ്ഥയാണല്ലോ പുതിയ ആകാശം, പുതിയ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷകരമായ ഒരവസ്ഥയാണിത്. ഈ പ്രത്യാശയും വളർത്തിയെടുക്കാൻ 2025 ഈ ജൂബിലി കാരണമാകണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. മാർപ്പാപ്പ ഈ വർഷത്തിൻ്റെ ആഘോഷത്തിന് സഹായിക്കുന്ന ചിന്തകളും കർമ്മപരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവതരിപ്പിച്ചുകൊണ്ടുള്ള രേഖയുടെ പേര് പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്ന പേരിലാണ് അത് മാർപ്പാപ്പ എഴുതിയിട്ടുള്ളത്. നിരാശപ്പെടുത്തുന്നില്ല. 25-ാം നമ്പർ ആ രേഖയുടേതാണ് ഞാൻ ഈ ആമുഖമായി പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനമാണ് മാർപ്പാപ്പ തൻ്റെ ചിന്തയ്ക്കും രേഖയുടെ മാർഗനിർദ്ദേശകമായ ഒരു തത്വമായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്നത് എഴുതിയിരിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ്. 5-ാം വാചകമാണ് അത്. ജൂബിലിക്കുള്ളൊരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ എങ്ങനെ തയ്യാറാകണം, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന കാര്യമാണ് ഈ രേഖയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ
ആഘോഷങ്ങളുടെ എല്ലാം കേന്ദ്ര സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത് പ്രതീക്ഷയാണ് ചിന്താവിഷയം. ഞാൻ പറഞ്ഞല്ലോ ആമുഖത്തിൽ, പ്രതീക്ഷയുടെ ജൂബിലി എന്ന് ഈ ജൂബിലിയെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല, അത് ശരിയാണ്. പാപ്പ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി പറയാം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ജൂബിലി ഒരു സമയമാകണം എന്ന ലക്ഷ്യത്തോടെയാണ്. എന്താണ്? നമ്മുടെ കർത്താവായി ഈശോയുമായുള്ള നമ്മുടെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു കണ്ടുമുട്ടലിലേക്ക് നയിക്കണം എന്നതാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് വാതിലാണ്, യഥാർത്ഥ വാതിൽ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ഞാൻ വാതിലാണ് എന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് വാതിലായ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ആയിരിക്കണം ഈ ജൂബിലി എന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. നമ്മളെ കർത്താവിനെ, വാതിലായ കർത്താവിനെ, രക്ഷകനായ കർത്താവിനെ എപ്പോഴും എവിടെയും പ്രഖ്യാപിക്കാൻ, വെളിപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നു. സഭ ഒന്നാകെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. എല്ലാവരോടും നമ്മുടെ പ്രതീക്ഷ ആണ് അവിടുന്ന് എന്ന നിലയിലാണ് നാം കർത്താവിനെ പ്രസംഗിക്കേണ്ടത്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 1-ാം തിരുവചനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ: എല്ലാവരോടും നമ്മുടെ പ്രതീക്ഷയായ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ, അവതരിപ്പിക്കാനുള്ള ശ്രമം. അപ്പോൾ അത് ഈ രേഖയുടെ 1-ാമത്തെ ആ നമ്പറിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ചുരുക്കമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഭാഗ്യമായ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി ഈ രേഖയിലൂടെ മാർപ്പാപ്പ അനേകം പ്രായോഗിക നിർദ്ദേശങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം, നമുക്ക് ഈ അടുത്ത കൊല്ലം നന്നായി ആചരിക്കുന്നതിന് സഹായകമാകും. ഒരു ആന്തരിക നവീകരണത്തിനും വൈയക്തിക ബന്ധങ്ങളുടെ കെട്ടിപ്പടുക്കലിനും സഹായിക്കണം എന്നതാണ് കൂടുതലായി മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആഴമാർന്ന ഒരു പരിചിന്തനത്തിന് വിധേയമാകാൻ വേണ്ടി അതിൻ്റെ ഒരു സംഗ്രഹം, ഒരു ചുരുക്കം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈയക്തിക മാനസാന്തരത്തിൽ നിന്ന് വ്യക്തിപരമായ ഒരു മാനസാന്തരമുണ്ട്. സാമൂഹിക ഉത്തരവാദിത്വത്തിലേക്കും പാപങ്ങളോട്, പ്രത്യേകിച്ച് കടക്കണിയിലുള്ളവരോട്, കടബാധ്യതയിൽ വിഷമിക്കുന്ന ആളുകളോട്, തൊഴിലില്ലാത്തവരോട്, പ്രത്യേകിച്ച് തൊഴിലില്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ലല്ലോ, ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത്. ഈ രേഖ അതിനാൽ പ്രതീക്ഷയിൽ നമ്മളെ ഉറപ്പിക്കാൻ പോകുന്നതാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല. ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1-ാമത്തെ ഒരു പോയിൻ്റ് ഞാൻ പോയിൻ്റായിട്ട് തന്നെ എടുത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ ഒരു പോയിൻ്റ് പ്രതീക്ഷ നിരാശരാക്കുന്നില്ല എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തെ ആസ്പദമാക്കിയാണ്, അതിനെ മുൻനിർത്തിയാണ് മാർപ്പാപ്പ തൻ്റെ വിചിന്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിവിടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ ക്രൈസ്തവർക്ക് പ്രോത്സാഹനകരമായ വാക്കുകൾ പറയുന്നതാണ് ഇത്. അവരെ പ്രത്യാശയിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ വാക്കുകൾ അദ്ദേഹം എഴുതിയത് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് മാർപ്പാപ്പ അത് തന്നെ ഈ 2025 മുഖ്യ പ്രമേയമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പം വിഷയം അതാണ്, പ്രതീക്ഷ നമ്മളെ ആരെയും നിരാശരാക്കുന്നില്ല. 2-ാമത്തെ പോയിൻ്റ് ലക്ഷ്യമെന്താണ്? എന്തിനാണ് ഈ മഹാജൂബിലി 2025 പ്രത്യേകമായി ആഘോഷിക്കുന്നത് എന്നതിലേക്കാണ്. അതിൻ്റെ ഉത്തരം ഈശോയെ വീണ്ടും കണ്ടെത്തുക എന്നതാണ്. എല്ലാവരെയും, വിശ്വാസികളെ സഹായിക്കുക എന്നതാണ്.
ആ അർത്ഥത്തിൽ ഈ ജൂബിലി ഒരു അവസരമാണ് നമുക്കെല്ലാവർക്കും യഥാർത്ഥമായ വൈയക്തിക കണ്ടുമുട്ടൽ കർത്താവായ ഈശോയുമായി നടത്തുന്നതിനുള്ള അവസരമാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ കർത്താവ് നമ്മുടെ വാതിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് കണ്ടല്ലോ. നമ്മുടെ രക്ഷയുടെ വാതിലാണ് അവിടുന്ന്. അവിടുന്നിലൂടെയാണ് നമ്മൾ രക്ഷയിലേക്ക് കടക്കുന്നത്. നമ്മളെ രക്ഷിച്ചതും അവിടുന്നാണ്. അതുകൊണ്ട് സഭ അവിടുത്തെ എപ്പോഴും എവിടെയും, ഞാൻ ഉച്ചരിച്ച വാക്ക് തന്നെയാണ്, ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ, എല്ലാവരോടും നമ്മുടെ പ്രതീക്ഷയായി പ്രസംഗിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കണം, കർത്താവിനെ അറിയിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്. എല്ലാ മനുഷ്യരും പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുവാനിടയാകണം. അതാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം തന്നെ. അത് ക്രൈസ്തവൻ്റെ മുഖമുദ്രയും കൂടിയാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷയുടെ ഒരു നവീകരണം നടക്കണം എല്ലാ രംഗങ്ങളിലും. മാർപ്പാപ്പ പറയുന്ന വ്യക്തിതലത്തിൽ അത് നടക്കണം. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അത് നടത്തണം. സംഘടനകൾ, സഭയുടെ സംഘടനകളിലെല്ലാം ഒരു നവീകരണം ഉണ്ടാകണം. അതിലേക്കുള്ളൊരു പ്രത്യാശയാണ് നമ്മളെ നയിക്കേണ്ടത്. പിന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ, മൂവ്മെൻറ്റ്സ്, സഭയിലെ മൂവ്മെൻറ്റ്, കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ യൂത്ത് മൂവ്മെൻറ്റ്, ഏതൊക്കെയാണെങ്കിലും സംഘടനയുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെയും നവീകരണം നടക്കണം. നമ്മുടെ സമൂഹങ്ങൾക്ക്, കമ്മ്യൂണിറ്റീസ്, അവിടെയും നവീകരണം നടത്തണം. റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അൽമായ സഹോദരങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമൂഹങ്ങൾ, അവിടെയെല്ലാം ഇതുണ്ടാകണമെന്നതാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിഷേധാത്മകമായൊരു നിലപാടാണുള്ളതെങ്കിൽ, ഒരു നിരുത്സാഹമാണ് ഉള്ളതെങ്കിൽ, ഒരു ദോഷൈക വീക്ഷണമുള്ളവരാണ് നാമെങ്കിൽ, സംശയപ്രകൃതിയാണ് നമുക്ക് ഉള്ളതെങ്കിൽ, അവിടെയെല്ലാം നമുക്ക് തിരുത്തൽ ആവശ്യമുണ്ട്, നവീകരണം വേണമെന്ന് മാർപ്പാപ്പ ഈ രേഖയിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് വലിയ പ്രത്യാശ നൽകണം. ആ തരത്തിൽ പ്രത്യാശയുടെ സന്ദേശങ്ങൾ എല്ലായിടത്തും അവതരിപ്പിക്കപ്പെടണം. ഇതാണ് ലക്ഷ്യം വയ്ക്കുന്നത് മാർപ്പാപ്പ ജൂബിലി ആഘോഷം വഴി. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെ പറയുമെങ്കിലും കുറേ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും തീർന്ന് ആഴത്തിലേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ജൂബിലി നമ്മുടെ മുമ്പിൽ തരുന്ന ഈ ചിത്രം നമുക്ക് ഗൗരവപൂർവ്വം സ്വീകരിക്കാം. ഞാൻ രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്യം ഇതാണ്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ജൂബിലി നമ്മൾ ആഘോഷിക്കേണ്ടത്. 2025 കർത്താവിൻ്റെ ജനനത്തിൻ്റെ ആ വലിയ ആഘോഷം ജൂബിലി. 2000 നമ്മളൊന്ന് ആഘോഷിച്ചതാണിത്. എല്ലാ 25 വർഷങ്ങളിലുമാണ് ജൂബിലികൾ ആഘോഷിക്കപ്പെടുന്നത്. സഭ എപ്പോഴും നവീകരിക്കപ്പെടണം. ഒരു വാചകം തന്നെ, സഭ നവീകരിക്കപ്പെടേണ്ടവളാണ്. പാപികളായ ബലഹീനരായ മനുഷ്യരാൽ നയിക്കപ്പെടുന്നതാണ് സഭ. അതിൻ്റെ ശിരസ്സും അതിൻ്റെ അന്തസ്സത്തെയും അടിസ്ഥാനവും കർത്താവാണെങ്കിലും നമുക്കറിയാം നമ്മളിലൂടെ അത് നവീകരിക്കപ്പെടണമെങ്കിൽ അതിനുള്ളൊരവസരമാണ് ജൂബിലി നമുക്ക് നൽകുന്നത്. ഇനി ജൂബിലിയുടെ അർത്ഥത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയുകയാണ്. അവിടെ വീണ്ടും പ്രത്യാശയാണല്ലോ വിഷയം. നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കണം, നല്ലത് പറയാൻ കഴിയണം. മനുഷ്യൻ്റെ ഒരു പ്രകൃതം എപ്പോഴും കുറ്റങ്ങൾ പറയുക എന്നതാണല്ലോ, കുറവുകൾ ചൂണ്ടിക്കാട്ടുക എന്നതാണല്ലോ. പക്ഷേ അത് നന്മയ്ക്കാകണം, നന്മയിലേക്ക് നയിക്കണം, നല്ല കാര്യങ്ങൾ പറയണം എന്ന് പരിശുദ്ധ പിതാവ് വളരെ ലളിതമായി നമ്മോട് പറയുകയാണ്. ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഒരു സെർട്ടനിറ്റി, ഒരു ഇൻസെർട്ടനിറ്റി ആണുള്ളതെങ്കിൽ നമുക്കറിയാം പരസ്പര വിരുദ്ധമായ, പരസ്പര എതിരായ വികാരങ്ങൾ നമ്മളിൽ ജനിപ്പിക്കുന്നതിനെ കാരണമാവുകയുള്ളൂ. നമുക്കറിയാം ഉറച്ച ആശ്രയത്വത്തിൽ, ദൈവത്തിലുള്ള ആശ്രയത്വത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞല്ലോ. ആശ്രയത്വത്തിൽ നിന്നും ആശങ്കയിലേക്ക് അത് നമ്മളെ നയിക്കും ഉറപ്പില്ലെങ്കിൽ. അതുകൊണ്ടാണ് ശക്തമായ ഉറപ്പിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ശാന്തതയിൽ നിന്ന്, ശാന്തരായിരിക്കേണ്ടതാണ് നാം. ശാന്തതയിൽ നിന്ന് ഉത്കണ്ഠയിലേക്ക് പോകാൻ അത് ഇടയാക്കും. നമുക്ക് നല്ല ഉറപ്പില്ലെങ്കിൽ ഉറച്ച ബോധ്യത്തിൽ നിന്ന് സംശയത്തിലേക്കും സങ്കോചത്തിലേക്കും പോകാനും ഇടയാകും. അപ്പം വികാരങ്ങൾ മാറി വരും.
അതുകൊണ്ടാണ് ഉറപ്പ് വേണമെന്ന് മാർപ്പാപ്പ പറയുന്നത്. ഈ വർഷം ആചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ, സഭയുടെ നിലപാടുകൾ, അവയിലൊക്കെ ഉറച്ച ഒരു ബോധ്യങ്ങളും തീർച്ചയും നമുക്കുണ്ടാകാൻ ഇടയാകണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, പ്രതീക്ഷ ജനിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പ്രതീക്ഷ സ്നേഹത്തിൽ അധിഷ്ഠിതവുമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതവുമാണ്. സ്നേഹം എവിടുന്നാണ് വരുന്നത് എന്ന് മാർപ്പാപ്പ ഈ രേഖയിൽ പറയുന്നുണ്ട്. ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് ആ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. കുരിശിൽ അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, പടയാളി അവൻ്റെ പാർശ്വം കുത്തി തുറക്കുന്നുണ്ട്. അവിടെ നിന്നാണ്, ആ ഹൃദയത്തിൽ നിന്നാണ് ഈ സ്നേഹം, യഥാർത്ഥ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 ഇവിടെ മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട്. കുരിശിൽ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിൻ്റെ ആത്മാവ്. വിശ്വാസികളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അവിടുന്ന് പ്രത്യാശയുടെ വലിയ പ്രകാശത്താലാണ് നമുക്ക് വെളിച്ചം തരുന്നത് എന്നും മാർപ്പാപ്പ ഈ രേഖയിൽ എഴുതുന്നുണ്ട്. അതാണ് സത്യം. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ക്രൈസ്തവ പ്രതീക്ഷ, മാർപ്പാപ്പ പറയുന്നു, വഞ്ചിക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ക്രൈസ്തവ പ്രത്യാശ അത് വലിയൊരു ഉറപ്പിന്മേൽ അധിഷ്ഠിതമാണ്. ആ ഉറപ്പ് എന്താണ്? ആരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തപ്പെടുന്നില്ല, വേർതിരിക്കപ്പെടുന്നില്ല, അകറ്റപ്പെടുന്നില്ല. പൗലോസ്ലീഹ ചോദിക്കുന്നില്ല, ആരെന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റും? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 35 വാക്യങ്ങളിലും 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഉറപ്പ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും ആർക്കും വേർപെടുത്താൻ സാധിക്കില്ല എന്ന ആ ബോധ്യം, അത് പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് നമുക്ക് വക നൽകുന്ന വലിയ കാര്യമാണ്. പ്രതീക്ഷ, അതുകൊണ്ട് ഇവിടെ മാർപ്പാപ്പ പറയുന്നു, വാഗ്ദാനങ്ങളുടെ ദൈവത്തിൽ. വാഗ്ദാനങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ബൈബിൾ വായിച്ചാൽ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അവിടെയുള്ളത്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മൾ ഏറ്റുപറയുന്നുണ്ടല്ലോ. അത് വാഗ്ദാനങ്ങളുടെ ദൈവത്തിൽ സ്ഥിരോത്സാഹത്തോടെയും ഉറച്ച ആശ്രയബോധത്തോടെയും നാം മുന്നോട്ട് നീങ്ങണമെന്നാണ് നമ്മളോട് പറയുന്നത്. അതിലാണത് അധിഷ്ഠിതമായിരിക്കുന്നത്. ആഗസ്തീനോസ് പുണ്യവാളൻ, ഏറ്റവും വലിയ ജീനിയസ്, ദൈവികമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അർത്ഥപൂർണമായി നമ്മുടെ ജീവിതം നയിക്കുന്നതിന് 3 മനോഭാവങ്ങൾ, സ്വഭാവ വിശേഷണങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഏവയൊക്കെയാണ് ആഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്? അത് ഒന്ന്, വിശ്വസിക്കുക എന്നതാണ്. വിശ്വാസത്തിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. 2, പ്രതീക്ഷിക്കുക എന്നതാണ്. പ്രത്യാശയിലുമാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. 3, സ്നേഹിക്കുക എന്നതിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. നമുക്ക് പൊതുവെ പറയാം, മനുഷ്യ ജീവിതവും അർത്ഥപൂർണമാകുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. അത് പ്രത്യാശിക്കുന്നതിൽ, അല്ലെ പ്രത്യാശ നമ്മൾ പുലർത്തുന്നതിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ, അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നതിൽ. ഈ 3 നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. ഇതാണ് മാർപ്പാപ്പ 3-ാമത്തെ പോയിൻ്റായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലാണ് എന്ന്. അതാണ് ഈ ജൂബിലിയിൽ സംഭവിക്കേണ്ടത്. ജൂബിലിയിൽ നമ്മുടെ സഭയെക്കുറിച്ച്
ആളുകളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് എല്ലാം വളരെ പോസിറ്റീവായ, ഭാവാത്മകമായ ഒരു ചിന്ത ഉടലെടുക്കുന്നതിന് ഇടയാകണം എന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് അറിയാമല്ലോ, ഈ മാർപ്പാപ്പ ഈ രേഖയിൽ ഒരു ഹ്രസ്വമായ രേഖയാണ്, ഒരു മാർഗരേഖയാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ എങ്ങനെയാണ് ജൂബിലിയിലേക്ക് പ്രവേശിക്കേണ്ടത്, ജൂബിലിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങളോട് പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ച അവതരിപ്പിക്കുന്നതാകും. പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ബെനഡിക്റ്റ് മാർപ്പാപ്പ, 16-ാമൻ മാർപ്പാപ്പ, അദ്ദേഹം മനോഹരമായ ഒരു രേഖ പ്രത്യാശയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മാർപ്പാപ്പ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ വിഷയം നമ്മുടെ പരിചിന്തനത്തിന് വയ്ക്കുമ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ എഴുതിയത് പ്രത്യാശയിൽ രക്ഷ എന്ന ഒരു ചാക്രിക ലേഖനമാണ്. മാർപ്പാപ്പ വിശ്വാസത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, സ്നേഹത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അന്ന് ഇത് മൂന്നും നല്ലതാണ്. ഇവിടെ നമ്മൾ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്നതിനാവശ്യം ഈ ദൈവിക പുണ്യങ്ങളാണ്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇത് അപ്പോൾ ഈ ജൂബിലിയിൽ പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കേണ്ടത് പ്രത്യാശയിലേക്കാണ്. സ്നേഹത്തോടെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണത് വരുന്നത് എന്നത് മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ പ്രകടമാക്കുന്നത് സ്നേഹത്തിലാണ്, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലാണ്. അതേപ്പറ്റി തുടർന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. നമുക്കത് ശ്രദ്ധാപൂർവം, വിശ്വസ്തതാപൂർവം കേൾക്കാനിടയാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ച പങ്കുവയ്ക്കാം.